അപ്പം എൻ്റെ റൂം 6th ഫ്ലോറിലാണ്. 6th ഫ്ലോർ എന്ന് പറയുമ്പോൾ താഴത്തുനിന്ന് 8ാമത്തെ നിലയിലാണ്. അപ്പോൾ ഞാൻ നല്ല ഹൈറ്റിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിലുള്ള വ്യൂ. നല്ല നല്ല വ്യൂ ആണ് ഗൈസ്. അവിടെ താഴെ കുറേ ബോയ്സ് അവിടെ നിന്ന് ബാസ്കറ്റ് ബോൾ ഉണ്ട്. സാധാരണ ഇന്റർനാഷണൽസ് ആണ് കളിക്കാറുള്ളത്. ഇപ്പോൾ അവിടെ കുറച്ച് മാരിടൈമാരെ കളിക്കുന്നത്. കാരണം അവരവിടെ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡോർ തുറന്ന് വലിയ തണുപ്പൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ ഡോർ തുറന്നിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ സൂര്യാസ്തമനമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. ജർമ്മനിയിൽ ഇപ്പോൾ എത്ര മണിയാണെന്ന് അറിയാം. ഇപ്പോൾ ഇവിടെ 8:20 അതായത് രാത്രി 8:30 ആകാൻ പോകുന്നു. എന്നിട്ട് നല്ല ഡേ ലൈറ്റ് ഉണ്ട് ഇവിടെ. നല്ല അന്തരീക്ഷത്തെ ചെമ്പൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കുട്ടികളും ഫ്രീ ആണ്, പിള്ളേരൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ നല്ല ഒരു നമുക്ക് സൺസെറ്റ് എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റിയ നല്ല റൂം തന്നെയാണ് എനിക്ക് കിട്ടിയത്. നല്ല റൂമാണ്. പിന്നെ എൻ്റെ റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കബോർഡ്, ഇതാണ് എൻ്റെ പ്രയർ സെക്ഷൻ റൂം. ഓക്കെ, ഞാൻ എൻ്റെ കർത്താവിന് വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ സ്നാളുണ്ട്, ഒരു കുടുംബമുണ്ട്, പിന്നെ ഫാമിലി, പിന്നെ എൻ്റെ എല്ലാമായ എൻ്റെ കുഞ്ഞാവ ലിന്നുവിൻ്റെ ഫോട്ടോസ്, പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ്, ഹസ്ബൻഡ് ഫോട്ടോസ് ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചേക്കുവാണേ. അത്ര ഭംഗിയൊന്നുമില്ല, നല്ല കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഇവിടെ നല്ലൊരു ക്യാബിനുണ്ട്. കണ്ടോ, ഈ ക്യാബിൻ്റെ ഇവിടെ നമുക്ക് ഒത്തിരി ഐറ്റംസ് സൂക്ഷിക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നല്ലൊരു സ്പേസ് സേവിംഗ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാബിൻ. ഇതിപ്പം ഒരു ക്യാബിനാണ്. ഇവിടെ നമുക്ക് ടൂത്ത് ബ്രഷ് അങ്ങനെ സാധനങ്ങൾ വയ്ക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ചീപ്പ് അങ്ങനെ ഹെയർ ഐറ്റംസ് അങ്ങനെ വയ്ക്കാം. പിന്നെ നമുക്ക് മേക്കപ്പ് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ സെക്ഷനുണ്ട്, ക്രീം മേക്കപ്പ് അങ്ങനെ ഐറ്റംസ്. പിന്നെ അല്ലാതെ വേറെ എക്സ്ട്രാ ഇനി ഉണ്ടെങ്കിൽ നമുക്ക് കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഷവർ അങ്ങനെയുള്ളത്. പിന്നെ അതെല്ലാം വേറെ എക്സ്ട്രാ സാധനങ്ങൾ, ടിഷ്യൂ പേപ്പേഴ്സ്, നമുക്ക് ഒത്തിരി ഇവിടെ സ്പേസ് ഏരിയ. നമുക്ക് ഇത് കണ്ടാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്ന് നമ്മുടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറേജ് സ്പേസ് ആണത്. പിന്നെ നമ്മൾ റൂമിൽ ഡോർ തുറന്ന് കയറുന്ന സമയത്ത് നമ്മുടെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ബാത്റൂം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ ഈ ഒരു ഡോർ തുറന്നിട്ടാണ് നമുക്ക് നമ്മുടെ മെയിൻ റൂമിലേക്ക്, ആകെ ഒരു റൂമുള്ളൂ നമുക്ക്. പക്ഷേ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ഡോർ ഉണ്ട്. അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ട് മിററൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ആസ് യൂഷ്വൽ സ്റ്റോറേജ് സ്പേസ്. നമുക്ക് അടുക്കള നമുക്ക് കോമൺ ആയതുകൊണ്ട് ഇവിടെ എൻ്റെ അടുക്കള ഈ ഫ്ലോറിലുള്ള അടുക്കളയിലാണെങ്കിൽ മലയാളിയായിട്ട് ഞാനും വേറെ പയ്യനെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇന്റർനാഷണൽസ് ആണ്. അതായത് സിറിയ, ഇറാൻ, പിന്നെ ആഫ്രിക്കൻ നാഷണൽസ്, പിന്നെ 3 ജർമൻസ്. അപ്പോൾ നമുക്കപ്പോൾ അവിടെ സ്റ്റോറേജ് സ്പേസ് കുറവാണ്. അതായത് കബോർഡ്സ് ഉണ്ടെങ്കിലും നമുക്ക് സാധനം വെക്കുന്ന സ്പേസ് കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ സൂക്ഷിക്കുന്നത്. കുക്ക് ചെയ്യാൻ നേരത്തെ മാത്രം എടുത്തുകൊണ്ട് പോകുന്നു, കുക്ക് ചെയ്യുന്നു, തിരിച്ചിടുന്നു, ഫുഡുണ്ടാക്കുന്നു, കഴിക്കുന്നു. ജർമൻസ് ആയതുകൊണ്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതലും ചൂടാക്കി കഴിക്കുന്ന ആൾക്കാരാണ്. സ്റ്റീം ബോയിലിങ്ങും പിന്നെ മൈക്രോവേവ് അവനൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. സോ നമ്മളെ അത്ര കുക്ക് ചെയ്യില്ല. അതാണ് അടുക്കള ഫുൾ ടൈം ഫ്രീ ആണ്. പിന്നെ അടുക്കള ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം, ഞാൻ കുറച്ച് ഫ്രീ ആയിരിക്കും. അപ്പോൾ കുഞ്ഞു റൂമാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കണ്ടോ. ഈ റൂം നല്ല വിൻഡോസ് ഒക്കെ നല്ല ഓപ്പൺ ആണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്ധ്യയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ വ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെയും തുറക്കാം. അതായത് അറിയാലോ, ജർമ്മനിയിലെ വിൻഡോസ് ഇങ്ങനെ പൊക്കത്തും തുറക്കാം. അപ്പോൾ തണുപ്പ് കുറവ് മതിയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എനിവേ, ഓക്കെ, ചീസ്. ഇതാണ് എൻ്റെ വിശേഷങ്ങൾ. ബൈ.